ഹായ്, എവിടെയാണെന്ന് അറിയണ്ടേ? കണ്ടോ, കുറേ കാണുന്ന കണ്ടോ, റെയിൽവേ ട്രാക്കാണ്. ഇതുവഴി ഞാനൊരു മനോഹരമായ ഒരു യാത്ര പോവാം. എവിടെയാണെന്നറിയാം, തെങ്കാശിയിലേക്ക്, നമ്മുടെ പുനലൂർ ചെങ്കോട്ട ആ റൂട്ട്. ഇപ്പോൾ നല്ല മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പായിട്ട് കിടക്കുന്ന ഭാഗമാണ്. അപ്പോൾ ട്രാക്കിൽ കൂടെ പോകുമ്പോൾ മുമ്പിലും നോക്കിക്കോണം. ട്രെയിൻ ഇതുവഴിയാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് അപ്പോൾ യാത്ര ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് മാറുക. ആകുമ്പോൾ അതിമനോഹരമായ ട്രെയിൻ യാത്ര. കഴിഞ്ഞ ഞാൻ യാത്രയിൽ പറഞ്ഞായിരുന്നു പുനലൂർ ചെങ്കോട്ട പാത വഴി ഞാൻ യാത്ര ചെയ്യുന്നുണ്ടെന്ന്. ഇത് ഇങ്ങോട്ട് തെന്മല, അങ്ങോട്ടാണ് തെന്മല, ആര്യങ്കാവ്, തെങ്കാശി, മനോഹരമായ റൂട്ട് പാത. അങ്ങോട്ട് കൊല്ലം. ഈ ട്രെയിൻ ഇവിടം വരെ ഉള്ളൂ. ഇത് മധുരയിൽ നിന്ന് പുനലൂർ വരെയും വരുന്ന ട്രെയിനാണ്. ഇത് കഴിയുമ്പോൾ ഇവിടുന്ന് ഇഞ്ചൻ രണ്ടായിട്ട് മാറ്റി ഇവിടെ പാർക്ക് ചെയ്യും. പിന്നെ ഇത് രാത്രിയൊക്കെ ആകുമ്പോഴായിരിക്കും ഇവിടുന്ന് പോവുക. ഇത് എക്സ്ട്രാ ഒരു ഇഞ്ചൻ കൊടുത്തിട്ടുണ്ട്. ചിലപ്പം കേടാവുകയാണെങ്കിൽ ഈ തെങ്കാശിയിലേക്ക് പോകുന്ന ട്രെയിനുകളിലെ അതിനുവേണ്ടി കൊടുത്തേക്കുന്ന. ഇത് നോക്കിക്കേ, അവിടെ നിന്ന് ഇഞ്ചൻ മാറ്റിയിട്ട് ഇതുവഴി അപ്പുറത്തോട്ട് കൊടുക്കും. അതിമനോഹരമായ കാഴ്ചയൊക്കെ. നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള വീഡിയോസൊന്നും വന്നിട്ടില്ല. ഞാനവിടെ പോയി ഇഞ്ചൻ രണ്ടായിട്ട് വേർതിരിക്കുന്ന നോക്കെ കാണാൻ വേണ്ടി പോയായിരുന്നു. പക്ഷേ ഞാനത് എടുത്തില്ല. അപ്പോഴത്തേക്കും പോലീസുകാരവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലേ. ഇത് പുനലൂർ റെയിൽവേ സ്റ്റേഷൻ ഞാനിരിക്കുക. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഇങ്ങോട്ടുള്ള ഫസ്റ്റ് ട്രെയിൻ. അത് മധുര വരെ പോകുന്ന മധുര എക്സ്പ്രസ്സാണ്. ഇത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടാക്കിയ റെയിൽവേ സ്റ്റേഷൻ. ഇത് പണ്ട് കാലത്ത് അന്ന് ആവി എഞ്ചിനിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കൽക്കരിയായി. വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യം പറഞ്ഞു കേട്ടോ. ആദ്യം കൽക്കരിയായിരുന്നു, കൽക്കരിയിൽ നിന്ന് ആവി അങ്ങനെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇലക്ട്രിക്കൽ ലൈൻ വന്നു. ഇപ്പം ഇലക്ട്രിക്കൽ വഴിയാണ് ഇപ്പോൾ ട്രെയിൻ സർവീസ് പോയിക്കൊണ്ടത്. പണ്ട് ഇതിനു മുമ്പ് ഡീസലായിരുന്നു. ഇപ്പോൾ പണ്ട് കാലത്ത്, അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇതുവഴി ബ്രിട്ടീഷുകാരായി ഈ റെയിൽപാത കണ്ടുപിടിച്ചത്. കണ്ടോ എന്ത് മനോഹരമായി, കണ്ടോ അടിപൊളിയല്ലേ കാഴ്ചകൾ. നമ്മളിപ്പുറത്ത് ആ കാണുന്ന കെട്ടിടം കണ്ടോ, അത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് കെട്ടിയതാണ്. കണ്ടോ അന്നത്തെ കരിങ്കല്ലൊക്കെ ഉപയോഗിച്ച്. അങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോകാമായിരുന്നു. ഓ ഗായ്സ്, നോക്കൂ, ഒരു വിധത്തിൽ ഞാൻ ഇതിനകത്ത് വരികയും കയറി. പക്ഷെ ആളും പേരൊന്നും ഇല്ല കേട്ടോ. ഇതിന്റെ ഫ്രണ്ട് ഇഞ്ചൻ ഇലക്ട്രിക്കലും ബാക്ക് ഡീസലും കൂടെ ചേർത്താണ് വരുന്നത്. 2 ഇഞ്ചിന്. ഇത് കേരളത്തിലും തമിഴ്നാട്ടിലും അതിർത്തിയായി പങ്കിടുന്ന റെയിൽവേ സ്റ്റേഷനാണ്. ഇതിന് നേരെ നമ്മൾ യാത്ര തിരിക്കുകയായി മധുരയിലേക്കാണ് ഈ ട്രെയിൻ പോകുന്നത്. ഞാൻ തെങ്കാശിയിലാണ് എടുത്തേക്കുന്നത്. നമ്മുടെ 2 പാർട്ടായിട്ടായിരിക്കും നമ്മുടെ വീഡിയോ വരുന്നത്. അടുത്ത പാർട്ട് അടുത്ത വീഡിയോയിൽ. ഇപ്പോൾ പെരിയ ട്രെയിൻ നമ്മുടെ പോയിട്ടുണ്ട്. പെരിയ മന്ദം ഇവിടെ അടുത്ത് പണി നടന്നുകൊണ്ടേ ഇരിക്കുക. വെൽക്കം ടു പുനലൂർ. അപ്പോൾ നമ്മുടെ പുനലൂരിൽ ട്രെയിൻ പെരിയ മന്ദം അങ്ങനെ പോകുന്നുണ്ട്. ഈ സൈഡിലായിട്ട് പുനലൂരിലെ റോഡിലെ കാഴ്ചകളൂടെ കാണാം. കുറച്ചുകൂടെ വികസനമൊക്കെ കുറച്ചുകൂടെ വരാനുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് റെയിൽവേ സ്റ്റേഷനിലോട്ട് വരുന്ന വഴിയാണ്. എൻ്റെ കവാടം എന്ന് പറയാം. 2 ഭാഗങ്ങൾ കാടായിട്ട് മൂടിയിട്ടുണ്ട്. ഇതൊക്കെ നല്ല പാതയല്ലേ കാണാൻ. ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ച ഏക റെയിൽപാതയാണ് ഇത്. ധാരാളം തുരങ്കങ്ങളിലൂടെയാണ് ഈ ട്രെയിൻ പോകുന്നത്. ഇതിനു മുമ്പേ നമ്മുടെ ഡ്രോൺ ഷോട്ട് വീഡിയോസുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടെ കയറി കാണുക. നല്ല അതിമനോഹരമായിട്ട് എടുത്ത് നമ്മുടെ ഡ്രോണിനകത്തെടുത്ത്. അതിന് വലിയ വ്യൂസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ വീഡിയോ കൂടെ കയറി കാണണമെന്ന് ഗായ്സ് പറയുന്നു. കല്ലാർ നദി എത്തി. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ തൂക്കുപാലം. നേരെ കണ്ട അപ്പുറത്ത് കാണുന്നതാണ് തൂക്കുപാലം. അപ്പോൾ ഈ വാതിക്കലൊക്കെ നിൽക്കുമ്പോൾ സൂക്ഷിച്ച് വേണം. ആട്ടിലെങ്ങോട്ടോ താഴോട്ട് പോകുന്നതായിരിക്കും. ഞാൻ കയ്യിൽ ഇറങ്ങി നമ്മൾ ഇതിൻ്റെ നമ്മൾ തിരി എടുക്കുന്നത് നമ്മൾ നോക്കിയിട്ടായിട്ട് താഴോട്ടൊന്ന് ഒരുപാട് അപകടങ്ങളൊക്കെ ഇതുകൊണ്ട് നടന്നിട്ടുണ്ട് കേട്ടോ. ട്രെയിൻ വളഞ്ഞ് മുമ്പോട്ടിരിക്കുകയാണ്. ഈ ട്രെയിൻ വളഞ്ഞ് പോകുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ് എൻ്റെ കാര്യം. അപ്പോൾ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ടൊരു ഐറ്റംസ് കൂടെ വന്നിട്ടുണ്ട്, ഹബ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വീഡിയോ വിജയിപ്പിച്ച് തരണേന്ന് ഗൈസ് പറയുന്നു. ഞാൻ
ഇവിടെ റബ്ബറാണ് ഈ പോകുന്ന വഴി ഏറ്റവും കൂടുതൽ. റബ്ബറും തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ, ഇപ്പുറത്തെ സൈഡ് ഫോറസ്റ്റ്. നമ്മുടെ ഫസ്റ്റ് തുരങ്കം എത്താറായി വരുന്നു. ആദ്യ അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഇടമൺ എത്തിക്കഴിഞ്ഞു നമ്മുടെ ട്രെയിൻ. ഇനി തെന്മല ആര്യങ്കാവ് വഴി ഇങ്ങനെയാണ് അടുത്ത റെയിൽവേ സ്റ്റേഷൻ. ഇടമൺ അങ്ങനെ ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. അത്യാവശ്യം പാസഞ്ചറൊക്കെ നിർത്തുന്ന റെയിൽവേ സ്റ്റേഷൻ തന്നെ ഇടമൺ റെയിൽവേ സ്റ്റേഷൻ. ഞാനിവിടെ വന്നപ്പോൾ ഈ ട്രെയിൻ ഇങ്ങനെ പതിയെ കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇറങ്ങിയായിരുന്നു ഇടമണ്ണിൽ. അപ്പോൾ പുനലൂരിൽ നിന്ന് ഇവിടെ ട്രെയിൻ കാലിയായിട്ടാണ് പോകുന്നത്. പണ്ടത്തെ കുടിയേറ്റ കർഷകരുടെ ഭാഗമായി ഈ തെന്മല ആര്യങ്കാവ് അവർ വെട്ടിപ്പിടിച്ച് ഉണ്ടാക്കിയ സ്ഥലങ്ങളാണ്. കൃഷികൾ ഇന്നും എസ്റ്റേറ്റുകൾ, ഒരുപാട് എസ്റ്റേറ്റുകളുണ്ട് ഈ ഭാഗത്ത്. ഇങ്ങോട്ട് ആനകളൊന്നും ഇറങ്ങത്തില്ല. മേൽവശത്തോട്ട് ആനകളെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, വന്യമൃഗങ്ങൾ. അടുത്ത മനോഹരമായ യാത്ര ഇനി അടുത്ത ഞാൻ അറിയിക്കുന്നതായിരിക്കും അടുത്ത ബ്ലോഗിൽ. ഇതൊരു 35 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു കൊച്ചു വീഡിയോസാണ്. ഒത്തിരി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരും കാണത്തൊന്നുമില്ല. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കുറച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ സംരക്ഷണം ചെയ്യുന്നത്. വീഡിയോ ഇനി ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത തുരങ്കപാത വഴിയൊക്കെ പോകുന്നതിൻ്റെ വീഡിയോ ഇനി അടുത്ത പാർട്ടിലായിരിക്കും ഉൾപ്പെടുത്തുക. നല്ല മനോഹരമായ യാത്രകൾ ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. അപ്പം ലൈക്ക് അടിക്കുക, ഒന്നുകൂടെ പറയാം, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള മനോഹരമായ യാത്രകൾ ഞാൻ ഇനിയും കൊണ്ടുവരുന്നതാണ്. എനിക്ക് ഇതുവരെയായിട്ടും 2 വർഷമായിട്ട് എനിക്ക് കമൻറ്റുകളൊന്നുമില്ല.